വെൽക്കം ടു സുഷി ഹെൽത്തി കിച്ചൺ. എല്ലാവർക്കും സ്വന്തം ഹെല്ലേ. ഞാനും ഒരു ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫും സെക്യൂറുമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ എല്ലാവരുടെയും പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, നമ്മളെല്ലാവരും എന്നും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ്. നമ്മളുടെ എല്ലാവരുടെയും എസ്പെഷ്യലി മല്ലൂസിൻ്റെ ഫേവറേറ്റ് ഒറിജിനൽ ചുക്ക് കാപ്പി. ചുക്ക് കാപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളോർക്കും ചുക്ക് കാപ്പി ഒരു വലിയ റെസിപ്പി ഒന്നുമല്ല, അത് എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന്. ശരിയാണ്, ചുക്ക് കാപ്പി ഞാൻ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഈ കഴിഞ്ഞ 2 weeks ago ഞാനൊരു ഇത് കണ്ടു, ഒരു വീഡിയോയും ഡോക്ടേഴ്സിൻ്റെ കുറച്ച് സജഷൻസ് കണ്ടു. കുറച്ച് ആയുർവേദ ഡോക്ടേഴ്സും മറ്റ് ഡോക്ടേഴ്സും കൂടെ നമ്മൾക്ക് ഈ COVID-19 സിറ്റുവേഷനിൽ പബ്ലിക്കിന് തന്നിരിക്കുന്ന ഒരു സജഷൻ ആണ് കാണാനിടയായത്. അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു അഡ്വൈസ്, അവരെഴുതിയിരിക്കുന്നതും ഇത് തന്നെയാണ്, സെയിം. ചുക്ക് കാപ്പി കുടിക്കുക, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനായിട്ട്, പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട്, കഫ് ആൻഡ് കോൾഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഫീവറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അലർജികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡെയിലി 1 time അല്ലെങ്കിൽ 2 in a day ചുക്ക് കാപ്പി ഒരു ഹാബിറ്റ് ആക്കുക. ഇതാണ് അവർ എഴുതിയിരുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഞാൻ ഒരു സ്റ്റഡി ചെയ്യുന്ന സമയം തൊട്ടേ ഒരു ഹാബിറ്റ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കുക. COVID-19 നമുക്ക് പ്രതിരോധിക്കാനായിട്ട് ഒരു വാക്സിനേഷനോ മെഡിസിനോ ഒന്നും ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ ഹെൽത്ത് മെഷേഴ്സും ഫോളോ ചെയ്യണം. നമ്മൾ ഒരു ഡോക്ടറിൻ്റെയൊക്കെ അടുത്ത് പണ്ട് ഒരു ഫീവർ വന്നാലോ ഒരു ജലദോഷം വന്നാലോ ഒന്നും പോകില്ലായിരുന്നു. ഇന്ന് നമ്മളൊരു പനി വന്നാൽ ആദ്യം ഉടനെ തന്നെ ഡോക്ടറെ അടുത്തോട്ട് ഓടും. പക്ഷേ മോസ്റ്റ്ലി നമ്മളെല്ലാവരും അന്നും ഇന്നും ചിലരൊക്കെ എങ്കിലും ട്രൈ ചെയ്യുന്ന ഒരു ഫസ്റ്റ് റെമഡിയാണ് ചുക്ക് കാപ്പി. ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് നമ്മളുടെ ചുക്ക് കാപ്പി. ടേസ്റ്റ് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ അതിലടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇന്നത്തെ ജനറേഷനിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പാവം ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അവർ 1 week once in a week വീട്ടിൽ വരുമ്പോൾ അതുവരെ അവർക്ക് വെയിറ്റ് ചെയ്യണം. ഇതൊന്ന് വീട്ടിൽ വന്നാൽ ആരെങ്കിലും ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കണേന്ന്. തന്നെ താമസിക്കുന്ന ബാച്ചിലേഴ്സിന്, ഫാമിലി കൂടെ ഇല്ലാത്ത മെയിൽ പേഴ്സൺസ്, അവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് അറിയാവുന്നവരുണ്ട്. ഫാമിലി എടുത്തുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഫസ്റ്റ് റെമഡിയാണ് നമ്മളുടെ ജലദോഷമാണോ, പനിയാണോ, ചെസ്റ്റ് കൺജഷൻ ആണോ, ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുക. നമ്മളുടെ കിച്ചണിലുള്ള വളരെ ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമ്മൾക്ക് ജലദോഷമോ ചെസ്റ്റ് കൺജഷനോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഡെയിലി 1 time എങ്കിലും ഇത് കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും. ഇതെൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. ബിക്കോസ് ഈ ഒരു COVID-19 സിറ്റുവേഷനിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മൾ കഴിയുന്നത്ര നമ്മളെ സേഫ് ആക്കി വെക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഹെൽത്ത് സംബന്ധിതമായ എല്ലാ ഹെൽത്ത് മെഷേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൂടി ആയാൽ വളരെ നല്ലതാണ്. കുട്ടികൾ വീട്ടിലുണ്ട്. നാട്ടിലെ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ജലദോഷവും ഒക്കെ വരുന്ന ഒരു ക്ലൈമറ്റാണ്. അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, നമ്മൾക്ക് ജലദോഷമോ കഫോ കോൾഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചുക്ക് കാപ്പിയും ഒരു ശീലമാക്കാം. എങ്ങനെയാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് നോക്കാം. ഹേ ഫ്രണ്ട്സ്, ടുഡേ ഐ ആം ഗോയിങ് ടു മേക്ക് Kerala's most favorite and healthy coffee, either you can say healthy Ayurvedic drink, that is dry ginger tulsi coffee. Doctors and Ayurveda suggest us to take this healthy coffee at least once or twice in a day at this time of COVID-19. This healthy coffee either drink will boost your immune system to prevent from cold, cough and cold, chest congestion, either fever. At this COVID-19 situation, we can make this healthy coffee, either healthy Ayurvedic drink at home very easily. So let's try how to make it. And thank you so much for watching. Keep sharing, keep subscribing. അപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ ഐ മസ്റ്റ് സേ ദാറ്റ് കുട്ടികൾ, ഒരു പെട്ടെന്ന് പനിയൊക്കെ വന്നാൽ ചുക്ക് കാപ്പി ഉണ്ടാക്കാനൊക്കെ അറിയാൻ വയ്യാത്ത കുട്ടികളുണ്ടെന്നെങ്കിൽ സ്പെഷ്യലി അവർ മറക്കാതെ കാണുക. വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആരും അടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ക്യാപ്പബിൾ ആയിരിക്കണം. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട്, സിമ്പിളായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു കോഫി മാത്രമാണ്. മെയിൻലി വേണ്ടത് നമുക്ക് കുറച്ച് ഫ്രഷ് തുളസി, കൃഷ്ണ തുളസിയാണ് എടുക്കേണ്ടത്, ശ്യാമ തുളസി അല്ല.
കൃഷ്ണ തുളസി, ശ്യാമ തുളസി പലർക്കും ഡിഫറൻസ് അറിയില്ല. ഇത് നമ്മുടെ കുറച്ച് ഒരല്പം വയലറ്റ് കളർ വരുന്ന ഒരു ഡാർക്ക് കളറിലുള്ളതല്ലേ, അതാണ് കേട്ടോ. പിന്നെ ഒത്തിരി ഡാർക്ക് കളറില്ല. അപ്പം ഈ ഒരു ഇതിൻ്റെ ഇതോടെ എടുക്കാം കേട്ടോ, പൂവോടെ എടുക്കാം. അപ്പോൾ കുറച്ച് ഇത്രയും വേണ്ട, ഞാനിതിപ്പോൾ എടുത്തു വെച്ചേക്കുന്നു എന്നുള്ളൂ. നമുക്ക് ഇത്രയും വേണ്ട, ഒരു ശകലം ഇട്ടാൽ മതി. പാം ജാഗറി, അതായത് നമ്മളുടെ കരിപ്പട്ടി. പാം ജാഗറി കരിപ്പട്ടി ആണ് മെയിൻലി ഈ കാപ്പിക്ക് യൂസ് ചെയ്യണത്. പാം ജാഗറി ഇല്ല എന്നുണ്ടെങ്കിൽ, അത് കരിപ്പട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കരിപ്പട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. ഷുഗർ കഴിക്കാൻ പറ്റാത്ത പലർക്കും ഇതൊരു ഉപകാരമായിരിക്കും. ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്കും കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ശർക്കരയാണുള്ളത്, കരിപ്പട്ടി തീർന്നു പോയി. അപ്പം മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം, കരിപ്പട്ടി ഉണ്ടെങ്കിൽ കരിപ്പട്ടി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ചെറിയ ഒരു പീസ് ചുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് പൗഡറൊന്നും ആക്കണ്ട. നിങ്ങളുടെ അടുത്ത് ചുക്കിൻ്റെ പൗഡറാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ നമ്മളുടെ കൊത്തമല്ലി. കൊത്തമല്ലി നമ്മൾ പൊടിക്കാത്ത പൗഡറല്ല, പൊടിക്കാത്ത മല്ലി. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഒരു 2 ഏലക്ക. ഏലക്ക ചിലരൊക്കെ ആഡ് ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ചുക്ക് കാപ്പിയിൽ. ബട്ട് ഏലക്ക മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ചെസ്റ്റ് കൺജഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക മസ്റ്റായിട്ടും ആഡ് ചെയ്യുക. കാരണം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്, നമ്മൾക്ക് ചായയൊക്കെ മോർണിംഗിൽ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഏലക്ക ഇട്ട് കുടിക്കാൻ റെഗുലറായിട്ട് ചെസ്റ്റ് കൺജഷനും ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾക്ക് ജലദോഷമോ കഫോ കോൾഡോ വന്നിട്ടാണ് നമ്മൾ ഈ കാപ്പി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ 2 ഏലക്ക ആഡ് ചെയ്യുക. ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചിട്ട് വേണേലും ഇടാം, ഇങ്ങനെ വേണേലും അങ്ങ് ഇടാം. ഓക്കെ, 1/2 ടീസ്പൂൺ കുരുമുളക്. കുരുമുളക് വോൾ കുരുമുളക് എടുക്കുക, അതൊന്ന് ചതച്ചെടുക്കണം. പൗഡർ ആഡ് ചെയ്യണ്ട, ഒന്ന് ചതച്ചിടുന്നതാണ് കുരുമുളക് എപ്പോഴും ഇതിന് നല്ലത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കുരുമുളക്. കാരണം പനിയും ജലദോഷവും ഒന്നുമില്ല. ഇപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കി കുടിക്കുവാണ്. ഞാൻ സാധാരണ ഡെയിലി 1 അല്ലെ 2 കുടിക്കാറുണ്ട്. കോവിഡിൻ്റെ ഈ പ്രോബ്ലം വന്നതിന് ശേഷം മുടങ്ങാതെ ഡെയിലി ഞാൻ ഒരു ടൈം അല്ലെ 2 ടൈം ഇത് ഒരു 1/2 കപ്പ് വെച്ച് കുടിക്കാറുണ്ട്. നമുക്ക് പനി വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇതൊരു എന്താ പറഞ്ഞേ, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു റെമഡി കൂടിയാണല്ലോ. അപ്പം നല്ലതാണല്ലോ, അതിന് പനി വരണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇത് പറയാം, ഒരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അളവുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ടോ, എത്ര ഗ്ലാസ് കാപ്പി വെക്കണോ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഇൻഗ്രീഡിയൻസിൽ വേണമെങ്കിൽ ഒരു 2 to 4 കപ്പ് വരെ ഉണ്ടാക്കാം. ചെറിയ കപ്പാണെങ്കിൽ. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുരുമുളക് എടുത്തിട്ട് ചതച്ചിട്ടിട്ട് കൊടുക്കരുത്. അപ്പം കുഞ്ഞുങ്ങൾ കുടിക്കൂല. അപ്പോൾ അവർക്ക് മധുരമുള്ള കാപ്പി ആയതുകൊണ്ട് കുടിച്ചേക്കും. ബാക്കി എല്ലാത്തിൻ്റെയും സ്മെല്ല് നല്ല ടേസ്റ്റ് തരുന്നതാണ് ഇതിൽ. പക്ഷേ കുരുമുളകിൻ്റെ എരിവ് കൂടുതലായി കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കാറില്ല മാക്സിമം. അപ്പം കുരുമുളക് കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മിനിമം ആഡ് ചെയ്യൂ കേട്ടോ. ഒരു 2 പീസ് ചുമന്നുള്ളി. നിങ്ങളോർക്കും ചുമന്നുള്ളി എന്തിനാണെന്ന്? ചിലർ ചുമന്നുള്ളി ആഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ചെറുപ്പം തൊട്ടേ ഓർമ്മയുണ്ട് അമ്മ ചുമന്നുള്ളി ഇട്ട് ഈ കാപ്പി ഉണ്ടാക്കണത്. നമുക്ക് പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പീസ് ചുമന്നുള്ളി ഇടുന്നത് എപ്പോഴും നല്ലതാണ്. ചെറിയ 2 പീസ് ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ചുമന്നുള്ളി ഒന്നും കറിക്കിടുന്ന പോലെ ഇടണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ കോഫി പൗഡർ ആണെങ്കിലും നാട്ടിൽ പൊടിച്ചെടുത്ത കോഫി പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യുക. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചിലരൊക്കെ ആഡ് ചെയ്യാറുണ്ട്, എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എനിക്കറിയില്ല ഇനി ഒരു ആയുർവേദിക് ജഡിബുട്ടിയോ എന്തെങ്കിലുമൊക്കെ വേറെ ഓരോരുത്തർ ആഡ് ചെയ്യുന്നുണ്ടോന്ന്. നമുക്ക് ശർക്കര അങ്ങോട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കുക കേട്ടോ. ഈ മല്ലി ഇട്ട് കൊടുക്കാം, ഈ ചുക്ക് ഇട്ട് കൊടുക്കാം, ക്യൂമിൻ സീഡ്സ്, ജീരകം, ഏലക്ക, കാർഡമം, ബ്ലാക്ക് പെപ്പർ crushed, 2 shallots, കുറച്ച് തുളസി, 1 glass, 2 glass, 2 1/2 glass
2 ചെറിയ ഗ്ലാസ്സിനുള്ള കോഫിയാണ് ഇപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് കൂടുതൽ ഒഴിച്ച് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതൊരല്പനേരം ഒന്ന് തിളപ്പിച്ചിട്ട് വേണം എടുക്കാൻ. തിളച്ച് വരുന്ന ഉടനെ അങ്ങ് എടുത്ത് കാപ്പി ചെയ്യുന്ന പോലെ ഊറ്റരുത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതൊന്ന് തിളച്ച് ഇതിൻ്റെയൊക്കെ സത്തൊന്ന് ഇളകട്ടെ. അപ്പം നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം എപ്പോഴും എക്സ്ട്രാ വെക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് തിളപ്പിച്ച് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാപ്പി ഊറ്റിയെടുക്കാവൂ കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ബോയിൽ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കോഫി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയതേ ഉള്ളൂ. 2 മിനിറ്റായി ബോയിലായിട്ട്. അപ്പം നമുക്ക് ഈ കോഫി പൗഡർ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കൂടെ തിളയ്ക്കട്ടെ. ചെറുതീയിൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമൊന്നും വേണ്ട. അത് 5 മിനിറ്റ് കൂടെ തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സത്തെല്ലാം ഒന്ന് ഇറങ്ങും. നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ. 6 to 7 മിനിറ്റ് ബോയിലായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് നമുക്കിനി ഒന്ന് അരിച്ചെടുക്കാം. ചൂട് ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. മറക്കാതെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ജലദോഷമോ പനിയോ കഫക്കെട്ടോ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുരുമുളക് കുറച്ച് ചേർത്താൽ മതി. നമുക്കിത് നോർമൽ ഒരു നല്ല കോഫിയായിട്ട് കുടിക്കാൻ പറ്റത്തക്കോണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. Hey friends, hope you all like today's very healthy and Ayurvedic coffee for chest congestion, fever, cough and cold. Stay healthy. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ താഴെ കമൻസ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ലൈക്സ്, വ്യൂസ്, സബ്സ്ക്രിപ്ഷൻസ് ആണ് ആവശ്യം. താങ്ക് യു.